Hello everyone, welcome to Jupiter Plus 2 Commerce and Humanities. It's me and Nafi. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന്റെ ക്രിസ്മസ് എക്സാം പോർഷൻസ് ഏതൊക്കെയാണ്. പല കുട്ടികളും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ക്രിസ്മസ് എക്സാമിന്റെ ഹ്യൂമാനിറ്റീസിന്റെ പോർഷൻസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് കേരളത്തിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന്റെ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊരു 3 കാര്യം കമന്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് സ്കൂളിൽ ഓരോ സബ്ജക്റ്റിലും ഏത് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 2, ഈ എടുക്കുന്ന ചാപ്റ്റർ നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. 3, നിങ്ങൾക്ക് ഓണം എക്സാമിനേക്കാളും ക്രിസ്മസ് എക്സാമിന് മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന്റെ ക്രിസ്മസ് എക്സാം പോർഷൻസ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 യൂണിറ്റ് നിങ്ങൾക്ക് എന്തിനുണ്ട്, ക്രിസ്മസ് എക്സാമിനുണ്ട്. അതിൽ ഈ യൂണിറ്റ് 1 and 2 നിങ്ങൾക്ക് ടേം 1 ഓണം എക്സാമിന് ഉണ്ടായിരുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 20 to 30% ക്വസ്റ്റ്യൻസ് എന്തായും മിക്കവാറും ചോദിക്കുക. നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനൊക്കെയാണ് യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 5. അതായത് ഓണം എക്സാമിന് ശേഷമുള്ള പാർട്ടിൽ നിന്നായിരിക്കും ഒരു 70% ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. അതായത് ഓണം എക്സാമിന് ശേഷമുള്ള പോർഷൻസിൽ നിന്നാണ് 70% ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് ഒരു 30% മാർക്കിന് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സിലെ 1, 2, 3, 4, 5ഉം മാക്രോ എക്കണോമിക്സിലെ 1, 2, 3, 4. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താ മൈക്രോ എക്കണോമിക്സിലെ 1 to 5ഉം മാക്രോ എക്കണോമിക്സിലെ 1 to 4 ചാപ്റ്റേഴ്സുമാണ്. അതിൽ മൈക്രോയിലെ 1 to 3 എന്തായിരുന്നു നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിച്ച ചാൻസസ്. അപ്പോൾ ഓണം എക്സാമിന്റെ പോർഷൻസ് ആയിട്ടുള്ള മൈക്രോ എക്കണോമിക്സ് 1, മൈക്രോ എക്കണോമിക്സ് 2, മൈക്രോ എക്കണോമിക്സ് 3യിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചോദിക്കും, ഒരു 30% മാർക്കിന് ചോദിക്കും. ബാക്കി 70% മാർക്കിന് ചോദിക്കുക മൈക്രോ എക്കണോമിക്സ് 4 ആൻഡ് മൈക്രോ എക്കണോമിക്സ് 5, മാക്രോ എക്കണോമിക്സ് 1, 2, 3, 4 നിന്നാണ് എന്ത് ചെയ്യുക, എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ 12 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ഹിസ്റ്ററിയിൽ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ 6 ചാപ്റ്റർ എന്തിനു ചോദിച്ചതാണ്, ഓണം എക്സാമിന് ചോദിച്ചാണ്. ഈ ഒരു 6 ചാപ്റ്ററിൽ നിന്ന് 30% മാർക്കിനായിരിക്കും എന്തിനു ചോദിക്കുക, ക്രിസ്മസ് എക്സാമിന് ചോദിക്കുക. ബാക്കി 70% മാർക്ക് 7 മുതൽ 12 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തിനു ചോദിക്കുക, പ്ലസ് 2വിൽ ചോദിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണേ, 7 മുതൽ 12 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 70% മാർക്കിന് ചോദിക്കും. 1 മുതൽ 6 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് 30% മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി നമ്മൾ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം പൊളിറ്റിക്സിൽ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ അല്ലെ, അതായത് സിൻസ് ഇൻഡിപെൻഡൻസ്, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 7 പാഠങ്ങൾ നിങ്ങൾക്ക് എന്തിനുണ്ടായിരുന്നു, ഓണം എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ഉള്ള ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 7 പാഠങ്ങളിൽ നിന്ന് 30% മാർക്കിനും, പിന്നെ 8, 9 ചാപ്റ്റേഴ്സ് ഉണ്ട്, റീജിയണൽ ആസ്പിറേഷൻ ആൻഡ് റീസെന്റ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ആ 2 ചാപ്റ്റേഴ്സും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലേ, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, അതിലെ 6 ചാപ്റ്റേഴ്സ്, ദ ഇറ ഓഫ് കോൾഡ് വാർ മുതൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വരെയുള്ള 6 ചാപ്റ്റേഴ്സിൽ നിന്നുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 70% മാർക്ക് ചോദിക്കും. അപ്പോൾ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിൽ നിന്ന് 1 to 6, അതിൽ 1ാമത്തെ ചാപ്റ്റർ മുതൽ 6ാമത്തെ ചാപ്റ്റർ വരെയും, അതേപോലെ തന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ഉള്ള ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെയും 9ാമത്തെയും ചാപ്റ്ററിനും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, 70% മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ, അതായത് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ഉള്ള ടെക്സ്റ്റ് ബുക്കിലെ 1 മുതൽ 7 വരെയുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 30% മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി നമ്മൾ സോഷ്യോളജിയിലേക്ക് വരികയാണെങ്കിൽ സോഷ്യോളജിയിൽ എന്തുണ്ട്, 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ 2 ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൾമോസ്റ്റ് എന്തായിരുന്നു, ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്തായിരുന്നു, അതിൽ 1.5 വരെ ശ്രദ്ധിക്കണേ, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ബുക്കിലെ 1.5 വരെ എന്തിന് ചോദിച്ചതാണ്, ഓണം എക്സാമിന് ചോദിച്ചാണ്. അപ്പോൾ 1.5 വരെയുള്ള പോർഷൻസിൽ നിന്ന് 30% മാർക്കിനും, ബാക്കി 1.6ഉം അതേപോലെ സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള സെക്കൻഡ് പാർട്ടിൽ നിന്ന് സ്ട്രക്ചറൽ ചേഞ്ച്, കൾച്ചറൽ ചേഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ ചേഞ്ച്, ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ സൊസൈറ്റി, അതേപോലെ തന്നെ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ബാക്കി മാർക്കും ചോദിക്കും. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന് 1.1 മുതൽ 1.6 വരെയും, സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള സെക്കൻഡ് ടെക്സ്റ്റിന് 2.1 മുതൽ 2.5 വരെയും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജോഗ്രഫിയിൽ എന്തുണ്ട്, 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് 1ൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ടെക്സ്റ്റ് ബുക്ക് 1ൽ നിന്നില്ല, അതായത് ഹ്യൂമൻ ജോഗ്രഫിയെ കുറിച്ച് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് 1ൽ നിന്നുള്ള 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് 2വിൽ നിന്നുള്ള 3 ചാപ്റ്റേഴ്സ്
എന്ത് ചെയ്തിട്ടുണ്ട്, ഓണം എക്സാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 8 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു 30% മാർക്കിനായിരിക്കും എന്തിന് ചോദിക്കുക, ക്രിസ്മസ് എക്സാമിന് ചോദിക്കുക. ബാക്കി ചാപ്റ്റേഴ്സ്, അതായത് ടെക്സ്റ്റ് ബുക്ക് 2 വാട്ടർ റിസോഴ്സസ് മുതൽ ഇന്റർനാഷണൽ ട്രേഡ് വരെയും ടെക്സ്റ്റ് ബുക്ക് 1 സെക്കൻഡറി ആക്ടിവിറ്റീസ് മുതൽ ഇന്റർനാഷണൽ ട്രേഡ് വരെയുള്ള പോർഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോഗ്രഫിയിൽ ടെക്സ്റ്റ് ബുക്ക് 1 നിന്ന് 7 പാഠങ്ങളും ടെക്സ്റ്റ് ബുക്ക് 2 നിന്ന് 7 പാഠങ്ങളും നിങ്ങൾക്ക് മൊത്തം 14 പാഠങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ജോഗ്രഫിയിൽ പഠിക്കാനുണ്ട്. അതായത് ഹ്യൂമൻ ജോഗ്രഫി ആൻഡ് ദി സ്കോപ്പ്, ദ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്, അതേപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ്, പ്രൈമറി ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ എന്ത് സെക്കൻഡറി ആക്ടിവിറ്റീസ് ഉണ്ട്, ടെറിഷറി ആൻഡ് കോർഡിനറി ആക്ടിവിറ്റീസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. ടെക്സ്റ്റ് ബുക്ക് 2 വരികയാണെങ്കിൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി, ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ, അതേപോലെ ഹ്യൂമൻ സെറ്റിൽമെന്റ്, അതേപോലെ ലാൻഡ് റിസോഴ്സ് ആൻഡ് അഗ്രികൾച്ചർ, വാട്ടർ റിസോഴ്സസ്, മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതിലും ഇന്റർനാഷണൽ ട്രേഡ്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ജോഗ്രഫിയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 5 ചാപ്റ്റേഴ്സ് വരെ എന്തായിരുന്നു ഓണം എക്സാമിനാണ് ചോദിച്ചത്. അതിൽ നിന്നൊരു 30% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാം. 6ാമത്തെ ചാപ്റ്റർ മുതൽ 12ാമത്തെ ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് 70% മാർക്കിന് എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ 12 ചാപ്റ്റർ പഠിക്കാനുണ്ട്, പൊളിറ്റിക്സിൽ ഏകദേശം 13 ചാപ്റ്റർ പഠിക്കാനുണ്ട്, എക്കണോമിക്സിൽ ഏകദേശം 9 ചാപ്റ്റർ പഠിക്കാനുണ്ട്, സോഷ്യോളജിയിൽ ഏകദേശം 11 ചാപ്റ്റർ പഠിക്കാനുണ്ട്, ജോഗ്രഫിയിൽ ഏകദേശം 14 ചാപ്റ്റർ പഠിക്കാനുണ്ട്, സ്റ്റാറ്റിയിൽ ഏകദേശം 10ഓളം ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇതിൽ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സ്കൂൾ എടുത്ത് തീർന്നിട്ടുണ്ട്, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലേ, ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ക്രിസ്മസ് എക്സാമിന് ഏറ്റവും അടിപൊളി മാർക്ക് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു തീർത്ത് ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് എജ്യൂപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച്. നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീ ബൂസ്റ്റർ ബാച്ചിൽ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും, ലൈവുകൾ ഉണ്ടാകും, PYQs ഉണ്ടാവും, നോട്ടുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എവിടെയാണ് തരുന്നത്, നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിലാണ്. നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക? ഒന്ന്, നമ്മുടെ ഈ ഒരു മൊബൈൽ നമ്പർ ഉണ്ട് 9207998855 എന്ന ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് പ്രീ ബൂസ്റ്ററിന് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടീം നിങ്ങൾ നേരിട്ട് വിളിച്ചറിയിക്കും. അതേപോലെ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കും കേട്ടോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പ്രീ ബൂസ്റ്ററിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ള. നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റാവും, കാര്യങ്ങളൊക്കെ അടിപൊളിയാവും, കാര്യങ്ങളൊക്കെ ഉഷാറാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ റെഡി ആവണം. നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എവരിത്തിങ് വിൽ ബി ഓക്കെ, എവരിത്തിങ് വിൽ ബി സെറ്റ്, എവരിത്തിങ് വിൽ ബി അടിപൊളി. ഓക്കെ, അപ്പോൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റാവും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടിപ്പ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.